എന്റെ അമ്മേ. എന്താടാ വണ്ടി നിർത്തിയത്? എത്ര നേരമായത്? ഞാൻ ആകെ ക്ഷീണിച്ചു. ഇനി നിങ്ങൾ ആരെങ്കിലും വണ്ടി ഓടിക്കും. 2 കിലോമീറ്റർ അല്ലേ ഉള്ളൂ, ചവിട്ട് വിട്. എന്നാ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോവാം. ആ ഇറങ്ങ. എല്ലാവർക്കും 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ ഞാൻ പെർമിഷൻ തന്നിരിക്കുന്നു. ഒന്നിരിക്കാന്ന് വെച്ച വാട്ട് ഈസ് ദിസ്? ഡീസന്റ് ആയി ബിഹേവ് ബ്രദേഴ്സ്. എടാ സാബു, ഇതിന്ന് 5 എടുത്ത് മാറ്റിയ കാതർവായി അറിയോടാ. ഒന്ന് പോടാവുന്നു. കയ്യും കണക്കില്ലാതല്ലേ കള്ളക്കടത്ത് സാധനം കൊടുത്തേക്കുന്നത്. കാതർവായി എന്തെങ്കിലും തരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വരുന്നത്. തരുവാടാ. തരും. പോലീസ് ഡിപ്പാർട്ട് നിർത്തിയല്ലോ. ഞാൻ മാത്രം പേടിച്ചില്ല. രക്ഷപ്പെട്ട മോനെ, കേറിക്കോടാ. ഈ കാതറിന്റെ വീട് എവിടെയാ? ഓന്റെ കാര്യം ഇവിടെ മുണ്ടിപ്പോരുത്. അയ്യോ, അവനറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. കൊന്നാളെ ഞാൻ എല്ലാത്തിനെയും. ആ ഇബിലീസിന്റെ കാര്യം പറഞ്ഞോണ്ട് ഒരൊറ്റ എണ്ണ ഈ കടയിൽ കയറി പോരുത്. 3 മക്കളെ എന്നെ ഉപേക്ഷിച്ച് കണ്ട തേപിടിച്ചവളോടെ പോയവനവൻ. എന്താ പ്രശ്നം? പിന്നെ ഒന്നുമില്ല. ഈ കാദർബായിയുടെ വീട് എവിടെയും ചോദിച്ചപ്പോ ഇവര് ചൂടാവുന്നു. വട്ടാണോ? അല്ല, കാദർബായിക്ക് കാസർഗോഡ് കാദർബായി എന്നാ ഫുൾ നെയിം. കാസർഗോഡ് കാദർബായി. ഇത്താത്ത, നിങ്ങളുടെ കെട്ടിയവൻ ഖാദറിനെയല്ല, കാസർഗോഡ് കാദർബായിനെ അന്വേഷിക്കുന്നത്. എന്റെ പടച്ചോനെ, ഞമ്മടെ കെട്ടിയോനെ അന്വേഷിച്ച് വന്നതാണെന്ന് ഓർത്ത് പറഞ്ഞതാ. ക്ഷമിക്കണം കേട്ടാ. അതൊന്നും സാരമില്ല. എടാ അങ്ങോട്ട് പോകണ്ടടാ, വീട് കണ്ടിട്ട് പേടിയാവണ്. പിന്നെ എന്തിനാണ് അങ്ങോട്ട് എഴുന്നള്ളിയത്? ഇറങ്ങ്. ज्येष्ठा, कासरगोड कादरबाई कौन है? हम लोग कासरगोड कादरबाई को मिलने के लिए एक दूजे के लिए हम किसी से कम नहीं. परंतु എന്തിനാണോ ഹിന്ദി പറഞ്ഞ് വിഷമിക്കുന്നത്? മലയാളത്തിൽ പറഞ്ഞാ പോരെ? അമ്മാവൻ കൂർക്കയല്ലേ അല്ലേ? പട്ടി ഞങ്ങൾ ഈ ബൊക്കെ എവിടെ കൊടുക്കാനുള്ളതല്ല. ഈ മുസ്ലിം യൂത്ത് വിങ്ങിന്റെ ആൾക്കാരാ. ഇത് സിദ്ധൂട്ടി, ബൈജൂട്ടി, അൻസൂട്ടി, അശോട്ടി, സൈനോട്ടി, ഞാൻ ജഗ്ഗൂട്ടി, ഞങ്ങൾ ബാപ്പൂട്ടി, സ്ഥലം കൊണ്ടോട്ടി. ഇപ്പൊ എന്ത് വേണം? ഞങ്ങൾ ഈ പള്ളി പൊളിച്ച് അമ്പലം പണിയണോ, അമ്പലം പൊളിച്ച് പള്ളി പണിയണോ, ഏത് പൊളിക്കണം, ഏത് പണിയണം എന്നതിനെ പറ്റി ആലോചിക്കണം. വരൂ. ആള് വളരെ ഇന്റലിജന്റ്. നമ്മൾ പറഞ്ഞെല്ലാം മനസ്സിലായി. നിങ്ങളോട് നിൽക്കേ, ഞാനിപ്പോ വരാം. തോന്നണത് ആ കരച്ചിൽ കിട്ടില്ലടാ. ഇതുകൊണ്ട് നമ്മൾ അകത്ത് പോയാ ഇത് തന്നെയാണ് നമ്മളെ മതി. ഇവരെങ്ങോട്ട് പോയി? ആരാ?
ഹലോ സർ, ഞങ്ങള് കേരള നാട് പത്രത്തിന്റെ റിപ്പോർട്ടേഴ്സ് ആണ്. ഐ എം ജുബൈൽ ലാബ്രഡോർ. ഇത് മിസ് ജിഞ്ചിലി ചിലി. ഹലോ, ഞങ്ങളൊരു ഹാപ്പി ന്യൂസ് അറിയിക്കാൻ വന്നതാണ്. മിസ് സന്ധ്യ ചെറിയാന് യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയിരിക്കുന്നു. Really? Sandhya? Sandhya? Please come, Mr. Dubai. Please. താങ്ക് യു. ഈ റാങ്ക് കിട്ടിയ വിവരം കേരള നാട് തന്നെ ആദ്യം അറിയിക്കണമെന്ന് ഞങ്ങൾക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു. വി വെർ വെരി പർട്ടിക്കുലർ. കുഷനിലെ ഞങ്ങൾക്ക് മിസ് സന്ധ്യ ഒന്ന് ഇന്റർവ്യൂ ചെയ്യണം. Definitely. മോളെ, ഈ വർഷത്തെ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് നിനക്കാണെന്ന്. ഓ, ഫസ്റ്റ് റാങ്ക് കിട്ടിയോ? താങ്ക് യു. അച്ചായ, ഞാൻ സെക്കൻഡ് പ്രതീക്ഷിച്ചുള്ളൂ. എക്സ്ക്യൂസ് മീ. ആരാ? വരൂ. ഞാൻ പല പ്രാവശ്യം ഫോണിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ ഫോൺ ഔട്ട് ഓഫ് ഓർഡർ ആയിരുന്നു. എനിവേ, ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് മിസ് സന്ധ്യ ചെറിയാൻ. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഐ ആം MM തുരപ്പനങ്ങാടി, MA MJ, അസിസ്റ്റന്റ് എഡിറ്റർ, കേരള ഹെറാൾഡ് ഡെയിലി. സോറി, എനിക്ക് ഒട്ടും സമയമില്ല. ഒരു 5 മിനിറ്റ് എനിക്ക് തരണം. മിസ് സന്ധ്യ ഒന്ന് ഇന്റർവ്യൂ ചെയ്യും. നോ നോ, ദിസ് ഈസ് സന്ധ്യ ചെറിയാൻ. ഐ ആം സോറി സന്ധ്യ. മിസ്റ്റർ തുരപ്പൻ, തിരക്ക് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളാണ് ആദ്യം വന്നത്. കേരള നാട് ഇന്റർവ്യൂവിന് ശേഷം മതി ഹെറാൾഡോ അംബാസിഡറും ഒക്കെ. ചിരിക്കല്ലേ ചിരിക്കല്ലേ, നിങ്ങളല്ലാതെ തീരുമാനിക്കേണ്ടത് മിസ് സന്ധ്യയാണ്. എങ്കിൽ സന്ധ്യ പറയട്ടെ. അല്ല, ഞാനിപ്പോ എന്താ പറയാ? തർക്കം വേണ്ട, നമുക്ക് നറുക്കിടാം. That's a good idea, Miss Jinjili. Let me take a piece of paper. Kerala, Nadu. Kerala. Let us try our fortunes. Okay. This time, Kerala. All right. Herald. Okay. Hold this. Lord. Take one. Sir. Read loudly. കേരള ഹെറാൾഡ്. Oh God. Thank God. സോറി സാർ, എനിക്ക് ഇവരുടെ മുമ്പിൽ വെച്ച് ഇന്റർവ്യൂ ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഇവരെന്റെ സ്റ്റൈൽ കോപ്പി ചെയ്യും. ഓക്കെ സന്ധ്യ, നമുക്ക് അല്പം പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കണം. അച്ചായ, ഓക്കെ ഓക്കെ, carry on. അവരെ പിണക്കണ്ട, അതൊരു തുക്കട മഞ്ഞ പത്രമാണ്. അതെ. അറിയല്ലേ? മുകളിലായാലും ഇരുപതില്ല. ആരെന്തൊക്കെ സ്വകാര്യ ഇന്റർവ്യൂ എടുത്താലും ഞങ്ങളുടെ കേരള നാട് കവർ ചെയ്യുന്ന മാതിരി വരില്ല. വൈറ്റ് കവറേജ്, വൈറ്റ് ക്യാൻവാസ്, എക്സലന്റ് ഫോട്ടോഗ്രാഫി. അല്ലേ മിസ് ജിഞ്ചിലി? Yes, yes. ബൈ ദ ബൈ, സാർ എന്ത് ചെയ്യുന്നു? എന്താ നോക്കുന്നത്? ഒരു പിൻ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ. ഓടിക്കോ ഓടിക്കോ, എന്തിനു പരിഹാരം ഉണ്ടാക്കാം. കാര്യം സമാധാനത്തിൽ ഓടിക്കോ. നിങ്ങളാ അവിടെ റാസ്കൽ. സന്ധ്യ, സന്ധ്യ. സഹൃദയരെ, അല്പം വൈകിട്ടാണെങ്കിലും കലാവർഷമയുടെ മിമിക്സ് പരേഡ് ആരംഭിക്കുകയാണ്. ഇതാ, സംസാരിക്കാൻ കഴിയാത്ത ഒരാൾ ഡോക്ടറോട് രോഗവിവരങ്ങൾ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുന്നു എന്ന് നോക്കാം. ഒന്ന് കേറി ചെല്ലണം. പിന്നെ കൊല്ലാൻ നോക്കല്ലേട്ടോ എല്ലാരും കൂടി. ചെല്ലാൻ പറഞ്ഞപ്പോ ഇങ്ങോട്ടോ. തന്റെ പേരെന്താണ്? പേരെന്താണെന്ന്? കത്രിയെ, കുരിശ. ഓ മണി. എന്താണ് തന്റെ അസുഖം? അസുഖം എന്താണെന്ന് പറയൂ. എന്താ ഡയലോഗ് പറയുന്നത്? പൊട്ടൻ നിന്റെ അപ്പൻ. കളിക്കല്ലേട്ടോ, അത് എന്നെ വെറുതെ ആവശ്യമില്ലാണ്ട് സ്റ്റേജിൽ കയറ്റിട്ട് പിന്നെ എന്താ നിങ്ങളിൽ ഒരാൾ തന്നെയാണ് ഇത് ഒതുക്കിയിരിക്കുന്നത്. ഒരു മംഗളകർമ്മത്തിന് വേണ്ടി എന്നാണ് പ്രശ്നത്തിൽ പറയുന്നത്. മംഗളം ഭവന്തു. ആരെ എടുത്തെന്നറിയാൻ പറ്റുമോ കണിയരെ?
പറയാം. ശത്രുവല്ല, മിത്രം. സഹപാഠിയാകാം, സതീർത്ഥനാകാം, സഹപ്രവർത്തകനാകാം. സാധനം ഇപ്പൊ എവിടെയുള്ളെന്ന് പറയൂ. നോക്കത്താ ദൂരം പരന്ന ജലാശയം, അതായത് ആഴി, കടലാഴി. ആഴിയോട് ചേർന്നിട്ടുള്ള കരയിൽ, കടൽക്കരയിൽ. കടൽക്കരയിലോ? എടാ മനോജ, ഇതിലില്ല അതിലുണ്ടാ? ഓ, ഇത് അതിലുണ്ടോടാ? ഇതിനകത്തൊന്നും ഒരു പുല്ലുമില്ല. എടാ അൻവറേ, അതിനകത്തുണ്ടോ നോക്കിക്കേ. എവിടാ? ഇതില്ല. എടാ സാബു, എന്താടാ? അതെന്താ നോക്ക്. ഇതിനകത്ത് കോപ്പാണ് ഇരിക്കുന്നത്. കുഴിച്ചോളൂ മകനെ, കണ്ടെത്തും. കുറെ നേരമല്ല ഇവിടെ കുഴി അവിടെ കുഴി അവിടെ കുഴി എന്ന് പറഞ്ഞു. എന്താണോ ഇതിന്റെ ഒരു അവസാനം? എന്റെ ബലമായ സംശയം അവൻ കുഴിച്ചിട്ടത് ഇവിടെ ആയിരിക്കില്ല എന്നുള്ളതാണ്. ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത്? അതിപ്പോ എന്ത് ചെയ്യാൻ? കുഴിച്ച കുഴികളെല്ലാം അങ്ങ് മൂടുക. കൃത്യമായ സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഓ, ഇയാൾ എന്തോ അങ്ങനെ നമ്മൾ കാശ് കൊണ്ട് മുങ്ങോ? കള്ള കണിയാനെ ഇങ്ങോട്ട് നടക്കൂ. എന്റെ വില കളഞ്ഞു കുളിച്ചല്ലോ കണിയാരെ. ഇയാൾക്ക് ദീർഘായുസ് കൊടുക്കണേ. കണി കാണരുത്. എല്ലാരും കൂടെ വണ്ടിക്കാം. വേണ്ടെന്ന് വിചാരിക്കും തോറും അങ്ങനെ കാതർവായി അകത്തായി. ഇതല്ലട ഒറിജിനൽ കാതർബായി. പിന്നെ എന്റെ കർത്താവെ, ഞാൻ താ പോണു. പോകാറായിട്ടില്ല. തോക്കൂലെന്ന് കാണൂ. ഇയാൾ വല്ലതും ചെയ്യൂ. ചെലപ്പം. ഇയാള് നമ്മളെ തട്ടിക്കളയുന്നാണോ തോന്നുന്നത്? ഞാൻ അവിടെ ഉള്ളപ്പോ ഇയാൾ ഒറ്റയടിക്ക് രണ്ടുപേരെ തട്ടിക്കളഞ്ഞാടാ. അത്രക്ക് ഭയങ്കരനാടാ. നമ്മളെ കൊന്നപ്പാ. നീയാണല്ലേ കാസർഗോഡ് കാതർബായ്? അതെ, ഞമ്മളാണപ്പാ. എത്ര നാളായടാ ഈ കള്ളക്കടത്ത് തുടങ്ങിയിട്ട്? ഞമ്മള് വർഷം കുറെ ആയപ്പാ. ഈ പിള്ളേര് വെള്ളം കുടിച്ചോടെന്ന് കരുതി നമ്മൾ ചെയ്ത തൊഴിലാണ്. ഞമ്മള് പാവമാണ്. ഇത്രയും നാൾ ഒളിപ്പിച്ചു വെച്ചതിന് എല്ലാത്തിനും പിടിച്ച് അകത്തിടേണ്ടതാ. അച്ഛൻ പറഞ്ഞുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ക്രിസ്ത്യാനിയാ? മിണ്ടിപ്പോയത്